നന്നായിട്ട് തന്നെ തയ്ക്കും. പക്ഷെ തയ്ച്ച് വരുമ്പോ ആ ഔട്ട്ഫിറ്റ് കാണുമ്പോ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇതാണ് നിങ്ങടെ പരാതിയെങ്കി ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള കൂടുതൽ പേരും ഉണ്ടല്ലോ, ഈ വീട്ടിലിരുന്ന് തയ്ക്കുന്നവരും സ്റ്റിച്ചിങ്ങില് തുടക്കക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാ. ചിലര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് തയ്ക്കുന്നത്. പക്ഷെ ഇവരുടെ എല്ലാം ഒരു ആവശ്യം എന്ന് പറയുന്നത് അവർക്കെല്ലാം നല്ലൊരു ഫിനിഷിങ് വേണം. ഇതുവരെ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വേർഡ് ഉണ്ടല്ലോ, ബൊട്ടിക് ഫിനിഷിങ് എന്നുള്ളത്. അപ്പൊ ഈ ബൊട്ടിക് ഫിനിഷിങ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധ്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ മെഷർമെന്റ്സ് എങ്ങനെ നോക്കണം, ഇതൊന്നും അല്ല. ഇതിനെല്ലാം അപ്പുറം നമ്മൾ ചെറുതും വലുതുമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് താനും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ്. ലൊക്കേഷൻ മാറുന്നതേ ഉള്ളൂ. അതായത് വീട്ടിലിരുന്ന് തയ്ക്കുന്നവരുണ്ട്, ഷോപ്പിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്, കുറച്ചുകൂടെ ഹൈ എൻഡിലേക്ക് പോകുമ്പോൾ ഒരു ബൊട്ടീക്ക് എന്നുള്ള പോലെയുണ്ട്. ഇനി ഇതിനെല്ലാം അപ്പുറം ഒരു റെഡിമെയ്ഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ റെഡിമെയ്ഡിൻ്റെ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിന് പകരം ഒരു പ്രീമിയം ഹാൻഡ് മെയ്ഡ് എന്നുള്ള ഒരു സെക്ഷൻ, അതാണ് ഈ ബൊട്ടീക്കിൻ്റെ ഒക്കെ ഫിനിഷിങ് എന്നുള്ള ആ ഒരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഞാൻ പലയിടത്തുനിന്ന് സോഴ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് റിസൾട്ട് കിട്ടി എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയേക്കാം, ആവാതിരുന്നേക്കാം. കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും പറഞ്ഞു തരിക. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മുന്നേറാമല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൊട്ടീക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ കൂടെയും ഇതിൽ അവർ കൊടുക്കുന്ന എഫേർട്ടിലാണ് വ്യത്യാസമുള്ളത്. നമ്മൾ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്ന എഫേർട്ടിലല്ല അവരൊരു ബൊട്ടീക്കിലിരുന്ന് ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ നീഡിനനുസരിച്ച്, റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അതിനകത്ത് പല 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 കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിതൊരു പ്രൊഫഷണൽ രീതിയിലാണ് കാണുന്നത്, അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ടൈലറിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഫിറ്റിങ്ങും നല്ലൊരു ഫിനിഷിങ്ങും ഓൺ ടൈം ഡെലിവറിയുമാണ്. ഓക്കെ, ഇതിൽ ഞാൻ മൂന്നാമത് പറഞ്ഞ കാര്യം ഇപ്പം എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കായി മാറിയേക്കുവാണ്. അപ്പോൾ വീഡിയോ ഒരല്പം ലെങ്തിയാണ്, കാരണം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ല റിലാക്സ് ചെയ്തിരുന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം, പ്രീ വാഷ് ദ ഫാബ്രിക് എന്ന് പറയും. അതായത് ചുരുങ്ങാൻ സാധ്യതയുള്ള തുണികളുണ്ടല്ലോ, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപേ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് നനച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ശ്രിങ്കേജ് ഉണ്ടാവും, ചുരുങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിറ്റിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ കസ്റ്റമർ കൊണ്ടുവരുന്ന തുണി പ്രീ വാഷ് ചെയ്യേണ്ടതാണെങ്കിൽ, അതായത് ചുരുങ്ങാൻ സാധ്യതയുള്ള തുണിയാണെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല ഇതൊക്കെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ പ്രാക്ടിക്കലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരും വാഷ് ചെയ്യത്തില്ല, നമ്മളും വാഷ് ചെയ്യത്തില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒന്നോ രണ്ടോ തയ്യൽ അഴിച്ചു വിട്ട് അത് ലൂസാക്കാറാണ് പതിവ്. അപ്പോൾ തയ്ക്കുന്ന ഒരാൾ ചിലപ്പോൾ അത് ചെയ്തു കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം തയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രൈസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറഞ്ഞ ലൈനിങ് ഒക്കെ എടുക്കും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വാഷ് കഴിയും തോറും ഈ ലൈനിങ് വീണ്ടും 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 ലൂസായി അകത്തുള്ള ലൈനിങ് പുറത്ത് കാണാൻ പാകത്തിനായി തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൈനിങ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് തുണി ആയിക്കോട്ടെ, ലൈനിങ് ആയിക്കോട്ടെ, മെയിൻ ക്ലോത്ത് ആയിക്കോട്ടെ, ആ മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് കോട്ടൺ ആയിക്കോട്ടെ, ജോർജറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് മുന്നേ പ്രീ അയൺ ചെയ്യുക. അതായത് അതിൻ്റെ ഇടയിലൊക്കെ ചുളുക്കുണ്ടാവാം, ചിലപ്പോൾ മടക്കുകളുണ്ടാവാം. ഇതെല്ലാം നമ്മൾ ആ ക്രീസൊക്കെ എടുത്തെടുത്ത് കളയണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് തുണി വെട്ടുന്ന സമയത്ത് ഇത് അതിൻ്റെ ഉള്ളിലുണ്ടാവും, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഉണ്ടാവും. അത് ഇടുമ്പോഴായിരിക്കും അത് പ്രശ്നമായിട്ട് മാറുന്നത്.
അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മളെ മുന്നേ കൂട്ടി അതെല്ലാം അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ മെഷീനിൽ വന്നിരിക്കുന്നതിനേക്കാളും അതിന് മുൻപേ ഉള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇതാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത്. അതാണ് ഈ പറഞ്ഞ പോലെ അയൺ ചെയ്യുന്നതും ഒക്കെ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ചൂസ് ദ റൈറ്റ് കളർ ത്രെഡ് എന്നുള്ളതാണ്. നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ചേക്കാം അതിനകത്തൊന്നും വലിയ കാര്യമില്ല, ഏകദേശം സിമിലർ ആയിട്ടുള്ള സംഭവം കിട്ടിയാൽ മതി എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നേവി ബ്ലൂ ക്ലോത്തിൽ നമ്മൾ കൊണ്ട് ബ്ലാക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ ഒത്തുപോവോ? ഒരിക്കലും ഇല്ല. സ്റ്റിച്ചിങ് നടക്കും, പക്ഷെ ആ പ്രൊഫഷണൽ ലുക്ക് പോയി കിട്ടും. ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഈ ത്രെഡിൻ്റെ കളർ വരുമ്പോഴത്തേനും മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ എന്തൊരു വൃത്തികേടായിരിക്കും അത് കാണുമ്പോൾ എന്നറിയാമോ? സപ്പോസ് നിങ്ങൾക്ക് ആ കറക്റ്റ് കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിൻ്റെ ലൈറ്റർ ഷെയ്ഡിലേക്ക് പോകരുത്. ഒരു പൊടിക്ക് ഡാർക്ക് ഷെയ്ഡേ ചൂസ് ചെയ്യാവുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ക്ലോത്ത് ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് ഒന്ന് മെഷീനിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ ത്രെഡ് ടെൻഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോ തുണിക്കും ഓരോ രീതിയാണ്, അതിൻ്റെ ത്രെഡ് ടെൻഷൻ പലതാണ്. ചിലതിന് ഭയങ്കര നേരിയ ടെൻഷൻ മതി, ചിലതിന് നല്ല ടെൻഷൻ കൊടുക്കണം. അപ്പോൾ അതെന്താണെന്നുള്ളത് മെഷീനിൽ ആദ്യമേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. തയ്ക്കാൻ വേണ്ടി മെയിൻ ക്ലോത്തുമായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത പീസുമായിട്ട് വന്നിരിക്കുമ്പോൾ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ടെൻഷൻ ലൂസായിരിക്കും, അതും അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് ഒരു പിടുത്തം പോലെയൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്നേ കൂട്ടി അതൊന്ന് ചെക്ക് ചെയ്ത് മെഷീൻ്റെ ടെൻഷൻ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സിൽക്ക് പോലെയുള്ള തുണിയാണ് തയ്ക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പുതിയൊരു സൂചി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ സിൽക്കിൻ്റെ ഒക്കെ ആ ഇഴകളെന്ന് പറഞ്ഞാൽ ഭയങ്കര നേരിയതാണ്. ആ സ്മൂത്ത് സർഫസ് ആയിരിക്കുമല്ലോ അത്. അതിലേക്ക് നമ്മൾ ഷാർപ്പായിട്ടുള്ള സൂചി അല്ല വന്നിറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോഴൊക്കെ ഒരു നൂലിങ്ങനെ വലിഞ്ഞു പോകുന്നതായിട്ട് തയ്ക്കുന്ന സമയത്ത്. അതെന്താണെന്ന് വെച്ചാൽ ആ സൂചി അത്രയും ഷാർപ്പ് അല്ലാത്തതുകൊണ്ടാണ്. മറ്റുള്ള തുണികൾ ചിലപ്പോൾ അത്രയും അഫക്റ്റ് ചെയ്യണമെന്നില്ല, സിൽക്കിലൊക്കെ അത് പെട്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിൽക്ക് പോലുള്ള ചൂസ് ചെയ്യുമ്പോൾ അല്ല ഫാബ്രിക് എടുക്കുമ്പോൾ പുതിയൊരു സൂചി തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൂസ് ദ റൈറ്റ് ഫാബ്രിക് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ ഉണ്ടാവും, ആ പാറ്റേണിനനുസരിച്ചുള്ള ക്ലോത്തിനെ ചൂസ് ചെയ്യുക. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ കോട്ടണോ അല്ലെങ്കിൽ ഓർഗൻസ പോലുള്ള മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് സംഭവം സ്റ്റിച്ചിങ് ഒക്കെ നടക്കും, പക്ഷെ ആ ഔട്ട്കം വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടത്തില്ല. കാരണം എന്താ, അത് ആ ഫ്ലോയി ആയിട്ട് കിടക്കേണ്ട ക്ലോത്തിന് പകരം നമ്മൾ യൂസ് ചെയ്തത് സ്റ്റിഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കസ്റ്റമർ ആണെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമുക്കത് മാച്ചിങ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് അത് അവരോട് പറയുക, ഈ തുണി കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നല്ല ഒതുങ്ങി നല്ല നല്ല ഭംഗിയിൽ കിടക്കേണ്ട ഒരു ക്ലോത്തിൽ നമ്മൾ സ്റ്റിഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ നമ്മുടെ ഔട്ട്കം, അതായത് ആ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ, പ്രൊഫഷണൽ ലുക്ക്, അതിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പുണ്ട്, അതായത് സീം അലവൻസ്, തയ്യൽ തുമ്പ്. ഇത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കൊടുക്കുമല്ലോ, ഇത് മാക്സിമം പോയാൽ ഒരു 1/2 ഇഞ്ചേ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഷോൾഡറും സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നൊരു പോർഷൻ, ഇതും നമ്മളൊരു മാക്സിമം 1/2 ഇഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ സൈഡിലേക്കൊക്കെ ഉള്ള പോർഷൻ, ഇത് നമ്മളൊരു മാക്സിമം 1.5 ഇഞ്ച്, ഏറ്റവും നല്ലത് ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ വരെ പോകുന്നതാണ്. എന്നാലും നമുക്ക് ചിലരുടെ നിർബന്ധപ്രകാരം കൂടിപ്പോയാൽ ഒരു 1.5 ഇഞ്ചൊക്കെ കൊടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞ് തിരിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ക്ലോത്ത് തിരിഞ്ഞ് വരത്തില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു പിടുത്തം പോലെ ചുളിവ് പോലെ ഒക്കെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ മാക്സിമം തയ്യൽ തുമ്പ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് തിരിച്ച് നമ്മൾ ഫ്രണ്ട് വശമാണല്ലോ ആദ്യമേ കാണുന്നത്, അതിലൊരു ചുളിവ് പോലും കാണത്തില്ല. കാരണം ഇതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റിച്ച് ലെങ്ത് കൊടുക്കുക. അതായത് റെഡിമെയ്ഡിലൊക്കെ അവർ പെട്ടെന്ന് തയ്ച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ല ലോങ് സ്റ്റിച്ച് അടിച്ചു വിടും. അതുപോലെ ചെയ്യരുത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കാണുമ്പം തീരെ അടുത്തായി തോന്നരുത്, എന്നാൽ ഭയങ്കര ലെങ്തി ആയിട്ടും തോന്നരുത്. അതുപോലുള്ള സ്റ്റിച്ചുകൾ കൊടുക്കുക. ഒരു 3 മെഷീൻ്റെ സെറ്റിങ്സിൽ ഒരു 3 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഒരു നോർമലാണ്. ഇത് മെഷീൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് കറക്റ്റ് ഫ്യൂസിങ് കറക്റ്റ് സ്ഥലത്ത് കൊടുക്കുക. അതായത് നെക്ക് പോലെയുള്ളിടത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ ക്യാൻവാസ്, ഭയങ്കര നേരിയ പേപ്പർ ക്യാൻവാസ് കിട്ടും. അത് യൂസ് ചെയ്യുക. കോളറിനൊക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റിഫായിട്ടുള്ള ക്യാൻവാസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പാൻറ്റിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസ് കൊടുക്കുമല്ലോ, അതുമൊക്കെ അതിൻ്റെതായ സ്പെസിഫിക് ക്യാൻവാസ് തന്നെ കൊടുക്കുക. പിന്നെ ചില ഭയങ്കര നേരിയ തുണികൾ നമ്മൾ എന്താ പറയുക, ലൈക്ര ഫ്യൂസിങ് യൂസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റിഫാക്കി എടുക്കും. കൂടുതലും അത് ബോട്ടിക്സിലൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ആ ക്ലോത്തിൻ്റെ ലുക്കേ മാറും. ഒരാൾ എന്നോട് ചോദിച്ചു, ചേച്ചി പിഞ്ചി പോകുന്നു തുണി, എന്ത് ചെയ്യാൻ പറ്റും? ആ തുണി മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല, സൈഡിൽ നിന്നെല്ലാം വിട്ടു പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ക്ലോത്തുകൾക്ക് നമുക്ക് ലൈക്ര ഫ്യൂസിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രശ്നമേ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെയുള്ള ഫ്യൂസിങ് യൂസ് ചെയ്താൽ ആ ലുക്കേ മാറിക്കിട്ടും. അതേപോലെ തന്നെ നെക്ക് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും കഴിവിൻ്റെ പരമാവധി പേപ്പർ ക്യാൻവാസ് തന്നെ യൂസ് ചെയ്യുക. അതല്ലാത്ത പക്ഷം ചിലർ ഈ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ, റെഡിമെയ്ഡ്സിലൊക്കെ ചെയ്യുന്ന പോലെ ബയാസ് വെച്ച് ഫിനിഷ് ചെയ്യാറുണ്ട്. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, പക്ഷെ ആ ഒരു ലുക്ക് മാറും. നിങ്ങൾക്കറിയാം, ഒരു പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്ത് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ബയാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും ഉള്ള വ്യത്യാസം ചെയ്ത് നോക്കുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഭംഗി കൂടുതൽ ഈ പറയുന്ന പോലെ പേപ്പർ ക്യാൻവാസ് ആണ് കേട്ടോ. ഇനി നമുക്കെല്ലാം ഉള്ളൊരു തെറ്റായ ഒരു ധാരണയുണ്ട്. അതായത് നമ്മൾ ഓവർലോക്ക് ചെയ്തെങ്കിലേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ എന്നുള്ളത്. ആക്ച്വലി അത് അങ്ങനെയല്ല. ഇപ്പം ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഹൈ എൻഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ലുക്ക് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ബയാസ് ഫിനിഷിങ്ങും അതും അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഫിനിഷിങ്ങുമാണ്. അതായത് നമ്മൾ ഷർട്ടിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, ഇതാണ്. അതായത് തയ്യലിൻ്റെ ആ റോ എഡ്ജ് ഒന്നും തന്നെ കാണാൻ പാടില്ലാത്ത പോലത്തെയുള്ള സ്റ്റിച്ചാണ് അവർ അപ്രൂവ് ചെയ്യാറ്. അപ്പോൾ ബയാസ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്, അതായത് ഈ സൈഡത്തെ തയ്യൽ തുമ്പൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു സ്ട്രിപ്പ്, അതായത് 1 ഇഞ്ച് വീതിയൊക്കെ വരുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഫ്രഞ്ച് ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഈ ഷർട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഫിനിഷിംഗ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ പ്രാക്ടിക്കലി വരുമ്പോഴത്തേന് നമുക്കത് അത്ര പോസിബിൾ അല്ല. കാരണം മറ്റൊന്നുമല്ല, ഇതിന് ഇത്തിരി സമയമെടുക്കും. അപ്പോൾ അത്രയും സമയമെടുത്ത് നമ്മൾ ഒരു ഔട്ട്ഫിറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് നല്ല പ്രൈസും വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും എളുപ്പം എന്നുള്ള പോലെ നമ്മൾ ഈ ഓവർലോക്കിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാന്ന് പറഞ്ഞാലും ഈ റോ എഡ്ജ് പുറമേ കാണാത്ത രീതിക്ക്, അതായത് തുണി പുറമേ നിന്ന് നോക്കുമ്പോൾ ഉള്ള അതേ ഭംഗി നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതിനാണ് ഈ പറയുന്ന ഫിനിഷിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നവർ നിങ്ങൾ ഈ 2 മെത്തേഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഭയങ്കര കാര്യമായിട്ടൊക്കെ തയ്ക്കും, പക്ഷേ ഇതിൻ്റെ എക്സ് സൈഡ് നിൽക്കുന്ന നൂലിനെ നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ല. അതായത് തയ്ച്ചെല്ലാം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഓക്കെ ആണോ, എല്ലാം ഓക്കെ, പക്ഷേ സ്ലീവിൻ്റെ അറ്റത്തോട്ടൊന്ന് നോക്കി നോക്കണം, അവിടെ കാണും കുറച്ച് നൂല്. പിന്നെ നമ്മൾ ഓടും ത്രെഡ് കട്ടർ തപ്പിയോ അല്ലെ കത്രിക തപ്പിയോ ഈ നൂലിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഉള്ളിൽ എത്ര നൂലുണ്ടാവും ഇതുപോലെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ സഹിക്കും, പക്ഷെ ഒരു കസ്റ്റമർ ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ അതൊരു പ്രീമിയം ലുക്കിലേക്ക് എത്തുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ കയ്യോടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ നൂലിനെയും ട്രിം ചെയ്ത് കളയാം. അതായത് തുണിയുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന നൂലുകളെല്ലാം തന്നെ നമ്മൾ ട്രിം ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്. എല്ലാ സ്റ്റിച്ചിന് ശേഷവും നമ്മൾ പ്രസ് ചെയ്യുക. നമുക്കറിയാം, പ്രസ്സിങ്ങും ഉണ്ട് അയണിങ്ങും ഉണ്ട്. അയണിങ് എന്ന് പറയുന്നത് ഈ തേക്കുക എന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മൾ തുണി കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എത്ര വേണോ അയൺ ചെയ്യാം. ഡ്രസ്സ് ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വേണോ അയൺ ചെയ്യാം.
പക്ഷേ വൺസ് നമ്മൾ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം പ്രസ്സിങ് ആണ്. പ്രസ്സിങ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന പ്രസ്സിങ് എന്നുള്ളത്. പലരും ഇത് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്നും പറഞ്ഞാണ് ഞാനും ഇരുന്നത്. പക്ഷെ ഞാനത് റിയലൈസ് ചെയ്ത സമയത്ത് രൂപ 4000 മുടക്കിയാണ് ഒരു സ്റ്റീം അയൺ ഞാൻ മേടിച്ചത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രസ്സിങ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ അത്രയും കോസ്റ്റ്ലി സൈഡിലേക്ക് പോണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് നോർമൽ ഏറ്റവും സാധാരണ ഒരു എന്താ പറയുക, സാധാരണ ഒരു തേപ്പുപെട്ടിയാണെങ്കിലും മതി. പക്ഷേ ഈ പ്രസ്സിങ് എന്നുള്ള ആ പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്ത സൈഡും മറ്റൊന്ന് പ്രസ് ചെയ്യാത്ത സൈഡും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ലുക്ക് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ ലുക്ക് കേട്ടോ. നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? തയ്ച്ചെല്ലാം കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് റെഡിയായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊന്ന് അയൺ ചെയ്യുന്നത് തന്നെ. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും നമ്മൾ പ്രസ് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും പ്രസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബാച്ച് പോലെ വർക്ക് ചെയ്യാം. അതായത് ഒരുമിച്ച് തയ്ച്ച് വിടാൻ പോസിബിലിറ്റീസ് ഉള്ള സ്റ്റിച്ചസ് എല്ലാം നമ്മൾ ചെയ്തെടുക്കുക. അതിന് ശേഷം ആ സെക്ഷനായിട്ട് നമ്മൾ കൊണ്ടുപോയി പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും തയ്ക്കാനുള്ള സെക്ഷൻസ് എല്ലാം ചെയ്ത് വെക്കുക. അതിന് കഴിഞ്ഞ് പ്രസ് ചെയ്യുക. ഇങ്ങനെ വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി നമ്മൾ പറയും മെഷീൻ തയ്ക്കുന്ന മെഷീൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രസ് ചെയ്യുന്നിടത്ത് ഇരിക്കുവാണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ആ ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ മാറുക എന്നുള്ളത്. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് ചില പേജസിൻ്റെ ഒക്കെ ബിഹൈൻഡ് സീനൊക്കെ കാണിക്കുമല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ മിക്കവാറും ഈ സ്റ്റീം അയണിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റിച്ചിങ് എന്നുള്ളത് പകുതിയായിരിക്കും. ബാക്കി പകുതി എന്ന് പറയുന്നത് ഈ അയണിങ് അല്ലെങ്കിൽ പ്രസ്സിങ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പാകത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ വേണം അത് ചെയ്യാനായിട്ടെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണേ. പിന്നെ നമ്മൾ ഈ റെഡിമെയ്ഡ്സിലും അതും അല്ലെങ്കിൽ ഈ ബൊട്ടീക്കിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതായത് തയ്യൽ പുറമേക്ക് കാണാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അതായത് സ്ലീവിൻ്റെ എഡ്ജ്, പാൻറ്റിൻ്റെ എഡ്ജ്, ഇതെല്ലാം ഇവർ ഫിനിഷ് ചെയ്യുന്ന ഒരു മെത്തേഡ് വേറെ രീതിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു എ-ലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തു. ഏറ്റവും ലാസ്റ്റത്തെ ആ ഫിനിഷിങ് പരിപാടി ഉണ്ടല്ലോ, അതായത് ഏറ്റവും ലാസ്റ്റത്തെ ആ ക്ലോസിങ് സ്റ്റിച്ച്, ഒരു സ്ലീവിൻ്റെ അറ്റം തൊട്ട് ബോട്ടത്തിൻ്റെ താഴം വരേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുകയാണല്ലോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ ബോട്ടം മടക്കി അടിക്കുന്നത്. ഏറ്റവും താഴെ ഉരുട്ടിയടിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ മടക്കി അടിക്കുന്നത് ഈ സൈഡ് അടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം എന്താ ഗുണം എന്ന് പറഞ്ഞാൽ താഴെ വശത്ത് ഈ പറയുന്ന തയ്യലിൻ്റെ തുമ്പ് കാണാൻ പറ്റത്തില്ല. മറ്റൊരു എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ജെൻസിൻ്റെ ഒക്കെ റെഡിമെയ്ഡ്സ് പാൻറ് എടുത്ത് നോക്കുക. ഇതിൻ്റെ ആ കാലിൻ്റെ ഓപ്പൺ വരുന്നിടയില്ലേ, അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ സൈഡെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ഈ ബോട്ടം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മടക്കി ഹെം ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് പുറമേന്ന് നോക്കുമ്പോൾ, അതായത് ആളിട്ട് നോക്കുമ്പോഴത്തേനും കഴിവിൻ്റെ പരമാവധി നൂലുകൾ കാണാത്ത പോലെ വേണം. അതായത് തയ്ച്ചിട്ടുള്ള നൂലുകൾ കാണരുത്. അതായത് നമ്മൾ പറയും എപ്പോഴും അണ്ടർ സ്റ്റിച്ച് കൊടുക്കണം, ഓവർ സ്റ്റിച്ച് കൊടുക്കരുത് എന്നുള്ളത്. ഭയങ്കര കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുക, അതായത് ക്യാൻവാസ് പതിച്ചടിച്ചു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മെയിൻ ക്ലോത്തുമായിട്ട് ക്യാൻവാസിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നമ്മൾ പ്രസ് ചെയ്യാനേ പാടുള്ളൂ. അതായത് എന്തിനാണ് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ക്യാൻവാസ് മുകൾ വശത്തേക്ക് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അത് പുറമേക്ക് നോക്കുമ്പോഴത്തേനും ഒരു ഭംഗിയില്ല. മനസ്സിലായോ? അതായത് ആ കഴുത്തിൻ്റെ ഓരത്തായിട്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്റ്റിച്ചുള്ള ഒരു ഡ്രസ്സും അങ്ങനെ സ്റ്റിച്ച് കൊടുക്കാതെ ഹെമ്മിങ് ചെയ്തെടുത്ത ഒരു ഡ്രസ്സും എടുത്ത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം ഏതാണ് ഭംഗിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മൾ പുറമേക്ക് കാണാൻ സാധ്യതയുള്ള തയ്യലുകളൊന്നും തന്നെ കൊടുക്കരുത്. ഈ ഒരു പോയിന്റും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ.
അപ്പോൾ ഫിനിഷിംഗ് വർക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊന്നാണ് ഈ പറയുന്ന ഹെമ്മിങ് എന്നുള്ളത്. ഈ ഹെമ്മിങ്ങിൽ നെക്ക് മാത്രമല്ല ഹെമ്മ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു ജോർജറ്റ് കുർത്തിയാണ് നിങ്ങൾ തയ്ച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സൈഡിൽ, അതായത് സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്നിടം ഓവർലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറമേക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അതും ഉള്ളിലേക്കാക്കി വെച്ച് കൈത്തയ്യൽ കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു ബട്ടൺ നമ്മൾ കൊടുക്കുന്നു, ഒരു ഹുക്ക് നമ്മൾ കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക. ഇതിനകത്തൊന്നും ഉഴപ്പ് കാണിക്കാൻ നിൽക്കരുത്. ഇനി മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു ടൂളും നല്ല ഷാർപ്പായിരിക്കണം. അതായത് കത്രിക, ത്രെഡ് കട്ടർ, സീം റിപ്പർ, പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ചോക്ക്, ഇതിൻ്റെ എല്ലാം എഡ്ജ് നല്ല ഷാർപ്പായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഈ ചില മൂർച്ചയില്ലാത്ത കത്രിക വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല കറാ പൊറാന്നും പറഞ്ഞായിരിക്കും കട്ടിങ് വരുന്നുണ്ടാവുക. നിങ്ങൾ ഒത്തിരി അതിനകത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിലും വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു പുതിയ കത്രിക വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല താഴെ 4 പ്രാവശ്യം താഴെ വീണ കത്രികയായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ അതിനകത്തൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റിസൾട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങളുണ്ട്. അതായത് സിബ് വെച്ചിട്ട് ശരിയാവുന്നില്ല, അംബ്രല്ല ടോപ്പിൻ്റെ ബോട്ടം മടക്കി അടിക്കുമ്പോൾ ശരിയാവുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് റിയലൈസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യുക, ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് കറക്റ്റാക്കി വെക്കുക, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് നിങ്ങളത് വർക്ക് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ഉദ്ദേശിക്കുന്ന എന്തൊരു കാര്യവും, നിങ്ങൾക്ക് അതിനകത്ത് ഫിനിഷിങ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾ സെർച്ച് ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങളത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കത് റിസൾട്ട് കിട്ടും. നിങ്ങൾ വിചാരിക്കരുത് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ശ്രമിക്കുന്ന അനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ ആ ഒരു റിസൾട്ട് എന്നുള്ളത്. ചിലരോടൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും അവർ ആദ്യമേ പറയും ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇച്ചിരി മെനക്കെടുവാണെന്നുണ്ടെങ്കിൽ നമുക്കും ഈ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ദിവസങ്ങൾ കൊണ്ട് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ എന്തൊക്കെയാണോ അതിൻ്റെ ഓരോ സ്റ്റെപ്പ്, അതായത് ഈ മുന്നേ പറഞ്ഞ നമ്മൾ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, സ്റ്റിച്ചിങ് കഴിഞ്ഞ് പ്രസ് ചെയ്യുക, ഫിനിഷിങ്, ഹെമ്മിങ് ചെയ്യുക, ഇങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ആ പോട്ടെ സാരമില്ല, ആ പോട്ടെ അടുത്തത് ശരിയാക്കാം എന്നും പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരിത്തിരി സമയമെടുത്ത് നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ ക്ഷമയോടെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ പറയാറുള്ളൊരു മറ്റൊരു കാര്യമുണ്ട്, ഗോ സ്ലോ ആൻഡ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളത്. അതായത് നിങ്ങൾ പതുക്കെ ചെയ്താലും മതി, പക്ഷെ ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അതൊരു മാജിക് ഒന്നുമല്ല. ഒരു മനുഷ്യൻ ഇരുന്നും നിന്നും ഒക്കെ ചെയ്യുന്ന ഒരു മെഷീൻ അല്ലല്ലോ. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ സമയമെടുക്കും. ഇപ്പം ഞാൻ പറയാം, സ്ലോ കുക്ക് ചെയ്ത ബീഫും ഫാസ്റ്റായിട്ട് കുക്കറിൽ അടിച്ചെടുത്ത ബീഫും രണ്ടും ടേസ്റ്റ് അല്ലേ. ബീഫ് കഴിക്കാത്തവരുണ്ടെങ്കിൽ സോറി. ഇപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ പറയും മസാലയൊക്കെ അരച്ചെടുത്ത സാമ്പാറിൻ്റെ രുചിയല്ല ഇപ്പോഴത്തെ പൗഡറിൻ്റെ രുചി എന്ന് പറയും. എന്ന് പറയുന്ന പോലെ സമയമെടുത്ത് ചെയ്ത് കിട്ടുന്ന സാധനത്തിൻ്റെ ലുക്ക് വേറെയാണ്, പെട്ടെന്ന് ചെയ്യുന്നതിൻ്റെ ലുക്ക് വേറെയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ പതുക്കെ ഇരുന്ന് തയ്ക്കണമെന്നോ സ്പീഡ് കുറച്ച് തയ്ക്കണം അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലോണം ക്ഷമയോടെ ഇരുന്ന് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഹെമ്മിങ് ചെയ്യാന്ന് വിചാരിക്കും. ഭയങ്കര റഷ് ചെയ്ത് ഹെമ്മിങ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ ത്രെഡ് കുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ട് സൂചി കൊണ്ട് മുറിയാൻ ചാൻസ് ഉണ്ട്. ഈ മുറിയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്ലോത്ത് ഒരു വൈറ്റ് ഡ്രസ്സാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, പണി കിട്ടിയില്ലേ. അപ്പോൾ ചിലർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം, വേഗം തീർക്കാനുള്ളതാണ്, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ശരിയാണ്, ചെയ്ത് കൊടുക്കണം. പക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ ഭംഗിയിൽ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ അതിനകത്ത് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യാനായിട്ടുള്ള എഫേർട്ട്, ടൈം അതിന് കൊടുക്കുക. വർക്ക് ചെയ്യണം, പക്ഷെ
ലാഗ് അടിപ്പിക്കരുത്. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ മടുപ്പ് തോന്നുവാണ്, ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, തയ്ക്കരുത്. കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനും ആ മടുപ്പും നിങ്ങൾ ചെയ്യുന്ന വർക്കിലും വരും. അതുകൊണ്ട് നിങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുക്കുക, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങുക, വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക. ചിലർക്ക് വിശക്കുമ്പോൾ ദേഷ്യമൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു 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 പീസ് മൈൻഡിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹറിബറി ആയിട്ട് റഷ് ചെയ്തൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. നമുക്കൊരു മടുപ്പ് തോന്നി തുടങ്ങിയെന്ന് തോന്നുമ്പോഴേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ക്ലോത്തിനെ നമുക്കുണ്ടല്ലോ പഴയ പോലെ ആക്കാം, വീണ്ടും ചെയ്ത് ശരിയാക്കാം, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എപ്പോൾ വരെയാണെന്നറിയാമോ? തുണി മുറിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ. വൺസ് നിങ്ങളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിരുത്തി സമാധാനത്തോടെ മാത്രം ഇത് ചെയ്യുക. കാരണം കസ്റ്റമറിൻ്റെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കാം, മേ ബി റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കാം. ഈവൻ ദോ അവരൊരു ഡ്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മൾ അവരുടെ ഡ്രീമിനെ മേക്ക് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അത് അലങ്കോലമാകാതെ നമ്മൾ തുടക്കം തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ ഏതൊരു ജോലിയിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും ഓരോ മൈൽ സ്റ്റോൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിനിഷിങ് ആണെങ്കിലും പെർഫെക്ഷൻ ആണെങ്കിലും നമുക്ക് ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ സ്പീഡാണെങ്കിലും ഇതെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം തയ്ക്കുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി മാത്രമേ തയ്ച്ചു കൊടുക്കുന്നുള്ളൂ, എൻ്റെ വർക്കിൽ പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്നിങ്ങനെ വിഷമിക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കാരണം എല്ലാവരും ഈ സ്റ്റെപ്പിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ആദ്യം ഫിറ്റിങ് കറക്റ്റാക്കാൻ പഠിക്കും. അത് കഴിഞ്ഞ് ഫിറ്റിങ് കറക്റ്റാക്കി കഴിയുമ്പോൾ ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ഫിനിഷിങ് കിട്ടുക എന്നുള്ളതാണ്. ഇനി ആ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആഗ്രഹം കസ്റ്റമറിന് സാധനം സമയത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒരല്പം സ്പീഡിൽ തയ്ച്ചെടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ചിലരത് പെട്ടെന്ന് അച്ചീവ് ചെയ്തേക്കാം, ചിലർക്കത് സ്വല്പം സമയം എടുത്തേക്കാം. ആ ഒരു പ്രോസസ്സിനെ നിങ്ങൾക്ക് അതിൻ്റെതായ സമയം കൊടുത്ത് എൻജോയ് ചെയ്ത്, സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു തെറാപ്പി എന്നാണല്ലോ പറയുക. നമ്മളതൊന്ന് സന്തോഷമായിട്ട് മനസ്സിരുത്തി ശ്രമിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നെ കോണ്ടാക്ട് ചെയ്യാറുള്ള കുറച്ച് ചേച്ചിമാർ എന്നോട് പറയാറുണ്ട്, അതായത് മോളുടെ അമ്മയാവാനുള്ള പ്രായമുണ്ട് ഞങ്ങൾക്ക്. ചിലർ ടീച്ചർമാരാണ്, ചിലർ നേഴ്സുമാരാണ്, അങ്ങനെ പല പല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, ചിലർ റിട്ടയർ ആയവരാണ്. ഇവരെല്ലാവരും ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ചിലരെന്നോട് പറയും കുഞ്ഞുമക്കളെ വെച്ച് വർക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്, അവരെ കൊണ്ടത് പറ്റിയില്ല, അന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ. പക്ഷെ അവർ പോലും അറിയാതെ അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് മോട്ടിവേഷൻ തോന്നാറുണ്ട്. ഒന്നുമല്ല, ആ ഏജിൽ പോലും അവരത്രയും പാഷനേറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാതിരിക്കാം അല്ലേ, റിട്ടയർഡാണ്, അല്ലെങ്കിൽ അവർ മേ ബി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരിക്കാം. എന്നാൽ കൂടെ അവരാരും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടി തയ്ച്ചു കൊടുക്കുന്നത് ഒന്നും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അവരുടെ സന്തോഷം, ആ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം, ആ കൊതി, അതിനോടുള്ളൊരു പ്രേമം. അപ്പം കൂടുതൽ പേരും എന്നോട് പറയുന്നത് സ്റ്റോറി ഞങ്ങൾ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ഒരുവിധമൊക്കെ ഒത്തു വരുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന ഫിനിഷിംഗ് ഇല്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ റെഡിയാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളോടും കൂടെ പറഞ്ഞു തരിക, താഴെ കമൻറ്റിലൊന്ന് പറഞ്ഞു തരിക. അതാകുമ്പോൾ ഞങ്ങൾക്കും മുന്നോട്ടുള്ള യാത്രകൾ എളുപ്പമായിരിക്കുമല്ലോ, പാളിച്ചകളിൽ പോയി വീഴാതെ ഒന്ന് സേഫായിട്ട് പോകാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പ്രസ്സിങ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയെടുത്ത് എന്തോരം ഞാൻ മെഷീൻ യൂസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ സ്റ്റീം അയൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ സ്റ്റീം അയൺ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നിങ്ങൾക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്കെന്താ നോർമൽ ഒരു എന്താണ് സ്പ്രേ ബോട്ടിലും ഒരു സാധാരണ അയൺ ബോക്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാകുമ്പം ഈ കൊച്ചു പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോയെന്നെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നോക്കാമല്ലോ. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരും. അപ്പോൾ അതുവരേക്കും ടാറ്റ.